യാത്ര പറയാനായി വന്ന പോകുന്നതിന് മുമ്പ് കുമാരന്റെ ഭാര്യയും മകളെയും ഒന്ന് കാണണമെന്ന് തോന്നി. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോ മരിച്ചത് സ്വന്തം കൂടപ്പുറപ്പാണെന്ന് തോന്നി. എല്ലാറ്റിനും കൂടെ നിന്നു. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. നമുക്കതിനല്ലേ കഴിയൂ. വരട്ടെ. നിൽക്കൂ. ആരാ നിങ്ങള്? എന്റെ കുമാരേട്ടന്റെ ചിത ആളെ കത്താൻ തുടങ്ങുമ്പോ ആരും കാണാതെ മാറി നിന്ന് പൊട്ടിക്കറിഞ്ഞത് എന്തിനായിരുന്നു? നിങ്ങൾക്കും തുടങ്ങിയോ ഈ അസുഖം? ഇവിടെ വന്നപ്പം മുതൽ പലരും മാറി മാറി ചോദിച്ച ചോദ്യമാണിത്. അത് കേട്ട് കേട്ട് ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ ആരാണെന്ന്. ചെറുപ്പകാലം മുതലേ ഞാൻ അങ്ങനെയാ. ലോകത്ത് ആരും മരിക്കുന്ന എനിക്കിഷ്ടമല്ലായിരുന്നു. കുമാരൻ മരിച്ചു എന്നറിഞ്ഞപ്പോഴും ഒരിക്കലും അത് സത്യമാകരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്നറിഞ്ഞ നിമിഷം പ്രാർത്ഥന ആ ആത്മാവിന് വേണ്ടിയായി. കണ്ണു നനഞ്ഞതും പൊട്ടിക്കരഞ്ഞതുമെല്ലാം അതുകൊണ്ട് തന്നെയാ. അതൊരു തെറ്റല്ലല്ലോ. ഇനിയും യാത്ര പറയുന്നില്ല. മാമാ ഡാഡി ബച്ചാ കീഴെ ഇറങ്ങി. മാമാ അയ്യോ മാമാ അയ്യോ ദോസ്താമി കണ്ണു മുളിച്ചു പറ. സാറ് അങ്ങെ പോയി അവന്മാരെ തടഞ്ഞു നിർത്തുങ്കോ. ഇല്ലെങ്കിൽ അണ്ണാച്ചികൾ കരഞ്ഞു വിളിച്ച് ചളമാക്കും. ഞാൻ വീട്ടുകാരെ പോയി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാങ്കെ. சத்தம் போடாத. இது நம்ம வீடல்ல, நம்ம ஊரும் அல்ல. ஞாபகம் இருக்கட்டும். இப்போ உங்களுக்கு என்ன வேணும்? மாமா பாடி சார். ബോഡി ഞാൻ തരാം. എന്താ അവിടെ പ്രശ്നം? മറ്റേ സാധനെ തിരിച്ചു വേണോന്ന് അവർക്ക്. ഏത് സാധനം? ഓ ഒന്നും അറിഞ്ഞൂടാത്തോല പോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലേ, അത് തന്നെ. അതെന്താ? അപ്പൊ യുവന്മാരെ കണ്ടിട്ട് സാറിനൊന്നും മനസ്സിലായില്ലേ? സാറിന്റെ മുഖം കണ്ടാലറിയാം സാറ് വലിയ മനസ്സിന്റെ ഉടമയാണെന്ന്. കാര്യം തെളിച്ചു പറ. അതെ, ഞാനൊന്ന് കൊണ്ടുവന്നില്ലേ ഒരു ബോഡി. അത് കുമാരന്റെ അല്ല, അതൊരു തമിഴന്റെ ബോഡിയാ. പേര് കുമരൻ. KUMARAN കുമരൻ. KUMARAN കുമാരൻ. രണ്ടും ഒന്ന് തന്നെ. സാഹിബിന്റെ ഭാഷ വളരെ കറക്റ്റാ. നമ്മുടെ ഭാഷയുടെ മിസ്റ്റേക്കാ, അതുകൊണ്ട് പറ്റിപ്പോയതാ. കുമാരന്റെ ബോഡിയാണെന്ന് താൻ തറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് അന്ന് താൻ പറഞ്ഞതുപോലെ ചന്ദനമുട്ടി വെച്ച് കത്തിച്ച് കർമ്മങ്ങളും ചെയ്തു. കത്തിച്ചോ? എന്തെങ്കിലും സാധനം ആരെങ്കിലും കയ്യിലോട്ട് തന്ന അത് ഉടനെ എടുത്ത് കത്തിക്കുവോ? ഈശ്വര, ഈ തമിഴന്മാരോട് ഞാൻ ഇനി എന്തോ പറയും. അതെ, ബോഡി കത്തിച്ചു. அட பாவி, என்ன சொல்ற? ஐயோ, பாடியில கத்திய விட்டுட்டியா? അയ്യോ, കത്തിയിട്ട് കുത്തിയെന്നല്ല, ബോഡി കത്തിച്ചെന്നതാ ഇങ്ങനെ. பாடியில பட்டாசு ஊட்டியா? അയ്യോ, പൊട്ടാസ് അല്ല, ബോഡി കത്തിച്ചതിന് എരിച്ച് കൊട ഉടച്ച് കർമ്മം കഴിഞ്ഞു. കർമ്മം பண்ணியாச்சா? ക്ഷമിക്കണം, ഇത് അവരുടെ രീതിയാ. எங்க மாமா பாடி எரிக்கிறதுக்கு எப்படி முடியும்? അതിനൊരു മാച്ച് ബോക്സ് മതി. എങ്ങ മാമാ ബാഡി എരിக்கிறதுக்கு ഉനക്ക് യാര് റൈറ്റ്സ് കൊടുത്താ? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ബോഡി മാറ്റി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇയാളാണ്. അയ്യോ, ഞാനല്ല, ഇയാളാണ് ബോഡി മാറി തന്നത്. എല്ലാം ഉക്കാറാ. അവർ ആവിയാക്കി സിനിമ എടുക്കാമ വിട മാട്ടാനുங்க. ഉക്കാந்து കർമ്മം பண்ணுவோம். അതെ, ഒന്ന് எழுந்து நின்னு கர்மம் பண்ணலான்றியா? അതല്ലെന്ന്, വേറൊരു കർമ്മം ഇവിടെ ഉണ്ട്. எது அப்படின்னா 19 நாள் நாங்க இங்கேயே இருந்து கர்மம் பண்ணதுக்கு அப்புறம் தான் போவோம். മാമാ പോയിട്ടിയാ? അതെ, ഒന്ന് നിർത്ത്. നിങ്ങൾ പറയുന്ന മാത്രം അങ്ങനെ സമ്മതിച്ചു തരാനൊന്നും പറ്റില്ല. ഞങ്ങൾ കൂടെ ഒന്ന് തീരുമാനിക്കട്ടെ. അതെ, ഒന്ന് വന്നേ. யாரு அசைஞ்சிரத ஸ்ட்ராங்காரு. കുമാരമാമാ പോയിട്ടേ. സാർ വന്നേ. സാറേ, അവര് അതും ഇതൊക്കെ പറയും, നമ്മളതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. നമുക്കൊരു 19 ദിവസം അങ്ങ് കൊടുക്കാം. ആ തമിഴന്മാർ ഇവിടെ ഒന്ന് താമസിച്ച് പെലോളി അടിയന്തരവും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 20 ദിവസം അവരങ്ങ് പൊക്കോളും. പിന്നെ നമുക്കൊരു ഗുണമുണ്ട്. ഇത്രയും ദിവസം 10-45 പേർക്ക് നിങ്ങളെ ചെലവിൽ ഫുഡൊക്കെ വെച്ച് കൊടുത്ത് അങ്ങ് ഷൈൻ ചെയ്യാം. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? എങ്ങനെയെങ്കിലും സമ്മതിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവന്മാരെന്നെ ഇവിടെ ഇട്ട് കത്തിക്കൂ. താൻ എന്തൊക്കെയാന്ന് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു?
വിദേശ പോലീസുകാരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെന്ന് നീ സൂക്ഷിച്ചോടാ സദാശിവ. വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? സാറ് വലിയ ബുദ്ധിമാനാന്നും പറഞ്ഞു. എടോ, തന്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ? എവിടെയോ കിടന്ന ഒരു തമിഴിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ട് ദഹിപ്പിക്കുകയും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്ത് പിള്ളേരെ കളിയാണെന്ന വിചാരം. 24 മണിക്കൂറിനും തന്റെ ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും. സാർ ഇപ്പോഴും പറഞ്ഞില്ല സാർ ആരാണെന്ന്. അതെങ്കിലും താനൊന്ന് കണ്ടുപിടിക്കും. ശരി, ആരാണെന്ന് പറഞ്ഞു? ആരാ? അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. നീ നോക്കിക്കോ, ഇനി കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും ഏത് സംസ്ഥാനത്ത് ഞാൻ കേറി നിരങ്ങേണ്ടി വന്നാലും ശരി, കുമാരന്റെ ഒറിജിനൽ ബോഡിയായിട്ട് ഈ സൈമൺ സെബാസ്റ്റ്യൻ ഈ വീടിന്റെ പഠിച്ച വിട്ടു. കമാൻ, രക്ഷപ്പെടാം. ജയ് കുമരമാമ. குமரமாமா வந்தாச்சு, குமரமாமா வந்தாச்சு. ஏச்சி, குமரமாமா வரலையா? எனக்கு வலி வந்துருச்சு. கால் மேல நிக்கிறான் பாரு, எடா கால. வலியில கத்துனா ஆவின்னு முடிவு பண்ணிட்டீங்களா? குமரமாமா, 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 குமரமாமா. ஏய், இதுல மாமாவுடைய எலும்பு இருக்கு. யாராவது வெளியே எடுத்து பாத்தீங்க, உங்க எலும்ப வெளியில உருவிடுவேன். ஜாக்கிரதை. குமரமாமா, 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 குமரமாமா. ஏய், എന്താ ഇവിടെ ചെയ്യുന്നത്? കുളി തോണ്ട സാർ. കുമരമാമാ, കുമരമാമാ. നിർത്ത്. എന്താണോ ഇത്? കണ്ടാലറിയല്ലേ, ഇത് കുടം. ഈ കുടവും മടിയൊക്കെ എന്തിനാ ഇവിടെ കുഴിച്ചിടുന്നാ ചോദിച്ചത്? சார் அப்படி சொல்லாதீங்க. இதுக்குள்ள எங்க குமரமாமாவுடைய எலும்பு இருக்கு, எள்ளு. இத 19 நாள் பூச முடியற வரைக்கும் வெளியில யார்த்தையும் காட்டக்கூடாது, யாரும் பார்க்க கூடாது சார். എങ്കിൽ പിന്നെ അകത്ത് അലമാര വെച്ച് പൂട്ടും. பெஸ்ட் ஐடியா. அலமாரி எங்க? ഈ കണ്ടവന്റെ ഒക്കെ എല്ലും പുല്ലും ഒക്കെ ഇവിടെ കുഴിച്ചിടുന്നത് എന്തിനാണെന്നാ யார ചോദിച്ചത്? பார்த்து சார் கண்டவன்றீங்க? யார பார்த்து கண்டவன்றீங்க? எங்க குமரமாமா ஆவிய சாந்தி பண்ணி மேல அனுப்புற வரைக்கும் இது இங்கதான் இருக்கணும். எங்க ஃபேமிலியை பத்தி உங்களுக்கு தெரியாது சார். டேய், நம்ம டோட்டல் ஃபேமிலி மெம்பர் 110. அதுல டெத் எத்தனை? 65 ஆவியோட சேர்த்து நாங்க ஒன்னா மிங்கிள் பண்ணி குடும்பம் நடத்திக்கிட்டு இருக்கோம் சார். ஒவ்வொரு ஆவியா நாங்க திருப்தி பண்ணி மேலோகத்துக்கு அனுப்பிச்சுக்கிட்டு இருக்கோம். எஸ்பெஷலி எங்க குமரமாமா இருக்காரு, அவர் ஆவிய மட்டும் திருப்தி பண்ணல, பெரிய கில்லாடி சார். நைட்ல உறங்க விட மாட்டாரு சார். அவரை மட்டும் சாந்தி பண்ணலைன்னா உங்களுக்கு சாந்தி போயிடும். അല്ല, ഈ തമിഴന്മാർക്ക് എന്താ മലയാളത്തിൽ സംസാരിച്ചത്? എന്നാ നമുക്കും കൂടി മനസ്സിലാവുമായിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ എന്താ ചെയ്യാ? കാണാൻ നല്ല രസം. குமரமாமா சார் சார் சார், ஏய் நிறுத்துங்கடா. இங்க சாப்பிள்ள கிடைக்கும். ചാപ്പിള്ളേ? பிறக்கும் போதே இறந்த குழந்தை கிடைக்குமான்னு. ചാപിള്ളയാ? അതൊന്നും ഇവിടെ കിട്ടത്തില്ല. നിങ്ങളുടെ ഈ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളും തേങ്ങാക്കൊലയൊക്കെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുക. உங்களுக்கு என்ன வேணாலும் பிடிக்கட்டும் சார், நாங்க பூஜையை ஆரம்பிச்சாச்சு. എന്തെങ്കിലും ആവട്ടെ. சார், நீங்க ஒன்ன கவனிக்கணும். இங்க ஆவிகளுக்கு முக்கியமா ஏரியா ப்ராப்ளம் கிடையாது. முல்லை பெரியாறு, காஷ்மீர் பிரச்சனை எதுவும் கிடையாது. லாங்குவேஜ் ப்ராப்ளம் மட்டும்தான் சார். உங்க ஆவி மலையாளத்துல சம்சாரிக்கும், எங்க ஆவி தமிழ்ல பேசும். ரெண்டும் சேர்ந்துச்சுன்னா நைட்டெல்லாம் உறங்க விடாது சார். ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? என்ன செய்யணும் கேக்குறியா? மணி மணி ஆனா என்ன அர்த்தம்? பைசா வந்து கேட்க வேண்டியதானே? பைசா கொடுங்க சார். പൈസ വേണോ? അത്രയല്ലേ ഉള്ളൂ. ஆமா சார். എത്ര വേണ്ടത്? அது ஃபுல்லா எடுத்துக்கிட்டேன், எம்டி ஆயிடுச்சு. இந்தாங்க சார், பஸ்ஸுக்கு 10 ரூபா வச்சுக்கோங்க. தேங்க்யூ சார். குமரமாமா, குமரமாமா, கோவிந்தா, குமரமாமா, கோவிந்தா, குமரமாமா, கோவிந்தா, குமரமாமா, கோவிந்தா, குமரமாமா. തമിഴ് അറിയാവുന്നതുകൊണ്ടാണ് നിന്നോട് പണിക്കീർത്തിയത്. എഴുതിയതെങ്ങാനും തെറ്റിപ്പോയ കൊന്നുകളി ഞാൻ. അയ്യോ, എന്റെ ഗോപാല, തമിഴനായ കുമാരൻ ഇപ്പൊ മലയാളിയായി സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ എത്തിക്കാണും. അതുപോലെ വല്ല ആസാമുകാരന്റെയോ മണിപ്പൂരുകാരന്റെയോ ശവമാണ് ഇവിടെ കൊണ്ടുവന്ന് ദഹിപ്പിച്ചിരുന്നെങ്കിൽ ഈ ബോർഡ് ദഹിപ്പിക്കാൻ നീ കുറെ പാടുപെട്ടേനെ. പടയും പൊങ്കലും ഒക്കെ ഓക്കെ, പക്ഷേ ആസാമിലെയും മണിപ്പൂരിലെയും പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലല്ലോ. വല്ല തിന്നാൻ കിട്ടിയ തിന്നിട്ട് പോയാ മതി. വലിയ ആളാവാൻ നോക്കല്ലേ. എന്റെ വായിൽ നിന്ന് നല്ല മണിപ്പൂരി ഭാഷ കേൾക്കും. കേളവൻ എന്താ ചെയ്യ? പടയിരിക്കാ வடை முடிஞ்சாச்சு. பொங்கல் போதுமா? நீ என் காதலி, நீ என்ன கொடுத்தாலும் நான் சாப்பிடுவேன். പൊടി அவன் சும்மா சொல்றேன், நீ அங்கிருந்து തന്നെ ഇറക്കി വിട്ടോ പണിക്കരേ. എന്റെ ഗോപാല, നീ ഒന്ന് കച്ചവടം ചെയ്യാൻ നോക്ക്. ഏതായാലും കുമാരൻ ചത്തതുകൊണ്ട്
കച്ചവടം തകർച്ച നടക്കുന്നുണ്ടല്ലോ. അത് ഗോവാലിട്ടൊന്നും താങ്ങിയതാണല്ലോ. താങ്ങിയതൊന്നും അല്ലടാ അണ്ണാനെ. കുമാരൻ ചത്തതുകൊണ്ട് കോളടിച്ച രണ്ടുപേർക്കാ. ഇവിടെ ഗോപാലനും അവിടെ മറ്റവനും. ആ സദാശിവനെ അറിയണോ, കുമാരൻ ചത്തോണ്ട് തന്നെ എനിക്ക് കച്ചവടം കൂടിയത്. അത് വേറെ കാര്യം. എന്ന് വെച്ച് ആ പാവം കുമാരന്റെ ഭാര്യയെ വല്ലതും പറഞ്ഞാലല്ല തിളച്ച് എന്നെ കൊല്ലിക്കും പന്നി. பார்சலுக்கு என்ன இருக்கு? എന്നാ വേണമെങ്കിലും പാഴ്സൽ തരാം. സ്വന്നാ പോതും. വേണമെങ്കിൽ എന്നെ തന്നെ പാഴ്സൽ തരാം. പോതുമാ? അതിരിക്കട്ടെ, ആർക്ക് പാർസല്? பூஜை செய்யற எங்க அண்ணனுக்கு. ആ അപ്പ വെജിറ്റേറിയൻ. ഇഡ്ഡലി, ദോശ, വട, சம்மந்தி. அதெல்லாம் வேண்டாம்ப்பா. பீஃப், சிக்கன் அது இருக்கா? பூஜை செய்யற எங்க துரசாமிக்கு சிக்கன் தான் ரொம்ப பிடிக்கும். சீக்கிரம் 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 பாட்டு எடுங்கய்யா. ஓடிவா குமரப்பா ஓடிவா ஐயா. ஐயா குமரப்பா ஓடிவா ஓடிவா ஐயா. ഇതെന്താ തമിഴ്നാട് സർക്കാരിന്റെ സ്പോൺസേഡ് പരിപാടിയോ? എന്ത് മ്ലേച്ഛമായ കാഴ്ച! ഭരണപക്ഷവും പ്രതിപക്ഷവും ഇഞ്ചോടിഞ്ചു മത്സരിക്കുന്ന ഈ പഞ്ചാരക്കരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതിയില്ലാതെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്നുള്ള നിയമം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ നാട്ടിൽ ഒരു പൗരനും ഇല്ലേ? യവന്മാരൊക്കെ ആണല്ലോ ഇവിടുത്തെ പൗരൻ. അയ്യോ, യാരാ നിങ്ങൾ? நாங்க അത് തന്നെയാണ് ചോദിച്ചത്. യാരാ നിങ്ങൾ? அது പന്തൊന്നും ഇവിടെ കളിക്കാൻ പറ്റൂല. ഇത് എന്റെ പഞ്ചായത്താണ്. ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. பஞ்சாயத்து போடு பிரசிடண்டா? அப்ப எங்க ஊர்ல நாட்டாம அதானே மீனிங்? നാട്ടാമേ? ஆமா ஆமா நாட்டாம. നാട്ടാമേ കാട്ടാമേ ഒന്നുമല്ല. ഞാൻ വെട്ടൂഴി വേലായുധൻ, ദ ടെറർ. ഇത്തരം അധിനിവേശങ്ങളൊന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. പോണം പോണം. മനസ്സിലായില്ലേ? ഓ, എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കും. അത് நான் டீல் பண்ணிக்கிறேன். ஏயா, நாங்க என்ன தமிழ்நாட்டுல இருந்து கேரளாவுக்கு டூரிஸ்ட் சுத்தி பாக்குறதுக்காக வந்திருக்கோம் நினைச்சியா? இது எங்க வீடு. எங்க மாமா குமர மாமாவுடைய ஆவி இங்க இருக்கு. ആവിയോ? ഇഡലിയോ പുട്ടോ പുഴുങ്ങാണോ ഇവിടെ? ஆமா, எங்களுக்கு ஆவி, உங்க பாஷையில ஆத்மாവ്. ഓഹോ, ഭാഷയൊക്കെ പഠിച്ച് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ? ആവിയായാലും കൂവിയായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഇവിടെ ശരിയാവൂല. இது எங்க ஆச்சாரம். அத பண்ணலைன்னா எங்க மாமாவுடைய ஆவி எங்களை உருட்டி உருட்டி உறங்க விடாம பண்ணிரும். பிகாஸ் எங்க குமர மாமாவை இங்கதான் எரிச்சடோ. കോപ്പെ, എരിച്ചതും പൊരിച്ചതും ഇവിടെ ആണെന്ന് വെച്ച് ട്രെയിൻ തട്ടി മരിച്ച റെയിൽവേ സ്റ്റേഷനിൽ കർമ്മം നടത്തോ? വിമാനത്തിലിരുന്ന് മരിച്ച വായുവിൽ കർമ്മം നടത്തോ? കപ്പലിരുന്ന് മരിച്ച കടലിൽ കർമ്മം നടത്തോടോ? பஸ்ல செத்தா பஸ் ஸ்டாண்ட்ல கர்மம் செய்வோம். என்ன தைரியம் இருந்தா எங்க மாமாவை பத்தி அப்படி பேசுவ? இங்க பார், நீ உண்மையிலே நாட்டாமையா இருந்தா எங்க ஊர் பக்கம் வந்து பார். காட்டுறேன் நான் யார் நாட்டாமைன்னு. എടോടോ, ഈ വട്ടുപിടി വേലായുധനെ കത്തിയടിച്ച് വരട്ടൊന്നും വേണ്ട. ഒറിജിനൽ വേലായുധൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. இன்னொரு வேலாயுதனா? அது யார், உங்க தம்பியா? തമ്പി ഇപ്പി ഒന്നും അല്ല. രജനികാന്ത് സിനിമയിൽ ആളുകളെ വരട്ടാൻ വേണ്ടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ. എന്താ? ഞാൻ ഒരു തടവ് சொன்னா 10 தடவை சொன்ன மாதிரி, 10 தடவை சொன்னா 100 தடவை சொன்ன மாதிரி, 100 தடவை சொன்னா 1000 தடவை சொன்ன மாதிரி. தலைவர் டயலாக் சூப்பரா சொல்றாரு. இது நம்ம ஆளுடா, நம்ம ஆளு. சார், எதுக்கு முன்னாலே நம்ம ஆள்னு சொல்லல சார்? இந்த பொண்ணு ஆரு? இது எங்க மாமா வீட்டுல இருக்கிற பாமா. உங்க ஊர்ல பஞ்சாயத்து எலெக்ஷன் ஒரு சீட் கிடைக்கும். ஒரு சீட் என்ன, நீங்க மட்டும் தமிழ்நாட்டுக்கு வாங்க, பஞ்சாயத்து போட ஆபீஸே உங்களுக்கு தர்றோம். டேய், நம்ம ஆள் டிரைவரு தூக்குங்கடா. டேய், தலைவர் தலைவர் தலைவர், டேய் தலைவர். சியர்ஸ். டேய் துரசாமி, நீ இப்படி பண்ணலாமா? நான் என்ன தனிச்சு ஒளிச்சு வச்சா குடிக்கிறேன்? அதான் ஃபுல்லு வாங்கி வச்சிருக்கேன், எடுத்து குடிக்கிறேன். அப்படி இல்லடா, எனக்கு துரசாமி கிட்ட ஒரு மேட்ரு தெரிஞ்சாகணும். துரசாமின்னு எனக்கு பேர் வச்சது யாருன்னா, அது உங்க அப்பா ராமசாமி தான்டா வச்சான். டேய், அதெல்லாம் இல்லடா. ஊர்ல இருந்து கிளம்பும் போது நீ என்ன சொன்ன? கிளம்பும் போது இப்படி ஸ்ட்ரெயிட்டா போனா கேரளா வரும், போன உடனே குமரமாமான்னு சொல்லி அழணும்னு. அடா பாவி, கூட அழுகுற ஒவ்வொருத்தனுக்கும் 150 ரூபா பேட்டா தரேன்னு சொன்னேன்ல. பேட்டாவா? டேய், குமர மாமா உனக்கு மட்டும் மாமா இல்ல, எனக்கு மட்டும் மாமா இல்ல. இவனுக்கு மாமா, இவனுக்கு மாமா, இவளுக்கு மாமா, எல்லாருக்கும் மாமா. அழுகிறதுக்கெல்லாம் பேட்டா கேட்டா ரொம்ப அநியாயம்டா. ஏய், அதெல்லாம் எனக்கு தேவையில்ல. எனக்கு நீ காசு கொடுத்துதான் ஆகணும். என்கிட்ட காசு இல்ல. ஏன் காசு இல்ல? உங்ககிட்ட காசு இருக்கு. இந்த வீட்டுக்காரன்ட்ட வாங்கின காசெல்லாம் எங்க போச்சுன்னு சொல்றா. செலவாய் போச்சு. எப்படி செலவாச்சு? கடலை மிட்டாய் வாங்கினேன். ஏய், என்ன விளையாடுறியா? வாடா. சொந்தத்துக்குள்ள துண்ட போட்டு இருக்கிற. ஏய், வாடா. கொடுத்துட்டு அப்புறம் போடா. ஒரே மிதி உன்னை மிதிச்சா நாடிடுவேன். ஏய், பாரு, கேரளா வந்து நீ தகராறு பண்ணாத. ഇതെന്താ പൊള്ളാച്ചി ചന്തയാ? മാറിക്ക്. இரு இரு, இது எங்க ஃபேமிலி ப்ராப்ளம்.
நாங்கெல்லாம் ஒரு ரெஸ்பெக்டான ஃபேமிலியை சேர்ந்தவங்க. எங்களுக்குள்ள நாங்க டீல் பண்ணிடுறோம். അതൊക്കെ അങ്ങ് സ്വന്തം ഊരില് അങ്ങ് തമിഴ്നാട്ടില് ഇവിടെ കിടന്ന് പൊളപ്പ് കാണിച്ചാലുണ്ടല്ലോ അങ്ങ് തിരിച്ചെത്തിയില്ലെന്ന് വരും. മനസ്സിലായടാ? കുറെ ആയി ക്ഷമിക്കുന്നു. இந்த உருட்டல் மிரட்டலாம் எங்க கிட்ட வச்சுக்காத. இந்த துலுக்கப்பட்டி துரைசாமி யாருன்னு கேரளால வேணா தெரியாம இருக்கலாம், ஆனா தமிழ்நாட்டுல வந்து கேட்டு பாரியா அங்கேயும் தெரியாது. என்ன நீ யாருன்னு தெரிஞ்சுக்கிறதுக்கு ரொம்ப கஷ்டப்படுவேன். பார், நீ இந்த விஷயத்துல தலையிடாத போயிரு. നീ ആരാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. எங்க நீ யாருன்னு காட்டு. ஐயோ, மறுபடியும் அடிச்சிட்டான் சதாசிவம். இந்த துலுக்கப்பட்டி துரைசாமி மேலே நீ கை நீட்டி அடிச்சிட்டியா? இது வரைக்கும் அடுத்தவன் விரல் கூட என் முகத்துல பட்டதில்ல. நீ கை நீட்டி அடிச்சிட்ட. நான் யாருன்னு காட்டட்டுமா? இந்த கைதானா என்ன அடிச்சது? ரொம்ப ஹாப்பினா, ரொம்ப ஹாப்பி. இந்த ஏரியா பஞ்சாயத்து போர்டு பிரசிடென்ட் நம்ம வெட்டுக்குழி வேலாயுதன் இருக்காரு இல்லையா, அவர் கொஞ்சம் போல எங்களுக்கு இடம் தாரேன் இருக்காரு. அங்க வச்சு எங்க காரியங்கள் எல்லாம் பண்ணிக்கிறதுக்கு உங்களுக்கு ஆட்சேபனை ஒண்ணு இல்லையா? ரொம்ப தேங்க்ஸ். கிளம்புங்க, ரொம்ப தேங்க்ஸ்.